ഇസ്ലാമിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് ഇസ്ലാമിക ജീവിതം? ഒരാവശ്യം ഉണ്ടായിട്ടാന്ന് തോന്നി. ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ തൃശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുവാണ്, അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയിൽ. ഞാൻ ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചു ഇത് പറയാഞ്ഞെന്താ. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരുമാറുക, ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഏത് വിശ്വാസത്തിൽ ആദ്യം ഉണ്ടായിരുന്നു? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാ. അപ്പോ അങ്ങനെ ആയപ്പോ എന്താ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്താ നമുക്ക് അമ്പലത്തിലൊക്കെ വല്ലപ്പോഴും പോയാൽ മതിയല്ലോ, പോണെങ്കിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷമം വരുമ്പോൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് എപ്പോഴും ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ എന്താ സൊല്യൂഷൻ എന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവരിങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഞാന് അതായത് മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരും. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് ഇപ്പോ 30 കഴിഞ്ഞു. ഇത് എത്ര കാലമായി? ഇതിങ്ങനെ എത്ര വയസ്സ് മുതൽ? ഞാനിപ്പോ 3 വർഷമായി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പൊ ജോലി സ്ഥലത്തുനിന്നാണ്? ജോലി സ്ഥലത്തുനിന്ന്. അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. സ്ഥാപനം എന്താണ്? സ്ഥാപനം പറയാൻ? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. പ്രൈവറ്റ് ആണ്? അതെ. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ഈ സംസാരം വരുന്നത്? അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോൾ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു ഇങ്ങനെ സത്യസരണിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇല്ല, ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ ചേഞ്ച്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലം പൊന്നാനിയാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പൊന്നാനിന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ചേഞ്ച് ആവണത് അവിടെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേഞ്ച് ആവണ ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ അതായത് എന്താ പറയാ പിരിവിന് വരുന്ന പോലെ ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മഞ്ചേരിക്കാരാ വന്നേ. അത് സത്യസരണി എന്ന് പറയുന്ന കോഴിക്കോട് മഞ്ചേരി അങ്ങനെയാണ് സ്ഥലം. അപ്പൊ അവിടെ നിന്നുള്ള എനിക്ക് എവിടെ പോയാൽ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഏതാ? ഇപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എവിടെയാണ്? ആലുവ. ആലുവയിൽ ചോദിച്ചപ്പോ നിങ്ങളെ മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോ ശരി എന്നാ അവിടെ പോവാലോ എന്ന് വിചാരിച്ചു. അവിടെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ മാറാൻ പോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറെ അതായത് നമുക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളാണ്. നമ്മൾ വെളുപ്പിനെ എണീക്കുക, എന്നിട്ട് നിസ്കരിക്കുക, അതായത് തഹജ്ജുദ് തുടങ്ങി നമ്മള് പള്ളിയിലായിരിക്കും നിസ്കാരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് നമുക്ക് ഒരു പ്രശ്നമില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിസ്കാരം വരും. അങ്ങനെ പിന്നെ കുറച്ച് ടൈം ഫുഡ് കഴിക്കാൻ കിട്ടും. അതിനുള്ളിൽ നമ്മുടെ പണികളൊക്കെ കഴിക്കണം. പിന്നെ കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുക ഇസ്ലാമിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് തന്നെ അത്ഭുതം, ഡെയിലി ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ആലോചിച്ചു. അപ്പൊ കുറെ ആളുകളായിട്ട് പരിചയമായി കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. അതായത് കല്യാണം കഴിക്കുക എന്നുള്ള നമ്മള് ലേഡീസ് മാത്രം വേറെ, ബോയ്സ് ഒക്കെ വേറെ സെക്ഷനാണ്. അപ്പോ ലേഡീസിനോട് സംസാരിച്ചപ്പോ അവരെല്ലാവരും പല മതത്തിൽ നിന്നുള്ളവരാണ്. പക്ഷെ അവരൊക്കെ വന്നത് കല്യാണം കഴിക്കാം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പൊ ആരും ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ട് എങ്ങനെ ഇതിനകത്ത്, കാരണം ഭയങ്കര ടഫാണ്. അതെ, കുറെ ഉണ്ടായിരുന്നു. അപ്പോ ഉസ്താദ് അവിടെ പഠിപ്പിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാല് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് 1-2 കാര്യം മാത്രമേ ഞാനിവിടെ കേട്ടിട്ടുള്ളൂ, എന്റെ ചെവിയിൽ കേട്ടിട്ടുള്ളൂ. അതായത് അത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം എന്നൊരു രീതി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് ഉസ്താദിന്റെ വായിന് വീണതാണോ എന്തോ, അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ കിളി പോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയാണോ സ്ത്രീകളെ കുറിച്ച് അത് നമ്മളെ ഇങ്ങനെ താത്തി കെട്ടുന്ന ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തു.
ഇഷ്ടപ്പെട്ടിട്ട് പോലും എനിക്ക് തോന്നി അങ്ങനെ. പക്ഷെ വേറെ ആരും ചോദിച്ചില്ല ഒരു ഉസ്താദ് ഇങ്ങനെ ഒരാണായതുകൊണ്ടായിരിക്കാം വേറെ ആരും അതിനെപ്പറ്റി ചോദിച്ചില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ എവിടെ നിന്ന് സംശയം ചോദിച്ചാലും ഉസ്താദ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഖുറാനിലെ മലയാളം അങ്ങനെയൊന്നും അല്ല പറഞ്ഞു തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹിന്ദു ആണെങ്കിൽ എന്റെ ഗ്രന്ഥങ്ങളിലേക്ക് വരും. എത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് മൊത്തം ക്വസ്റ്റ്യൻ ആണ്. എത്ര ഗ്രന്ഥങ്ങളുണ്ട്, അപ്പോ ശിവൻ ആരാണ്, ശിവന് മക്കളുണ്ട്, അപ്പൊ ദൈവത്തിന് മക്കളുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ആൻസർ ഇല്ല. അപ്പൊ ശരിയാണല്ലോ, ദൈവത്തിന് മക്കളുണ്ടാവോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോ പിന്നെ ബൈബിളിൽ നിന്നാണെങ്കിൽ ക്രിസ്ത്യൻ ആണ് അവിടെ ഉള്ളെങ്കിൽ ബൈബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടും. നമുക്ക് ഉസ്താദ് ഇങ്ങനെ പറയാ, ഇന്ന പേജില് ഇത്ര നമ്പറിൽ നിങ്ങൾ ചോദിച്ചതിന് ആൻസർ ഉണ്ട്, തുറക്കാൻ പറയും. അപ്പൊ നമ്മൾ തുറക്കുമ്പോൾ അത് കറക്റ്റാ. അപ്പൊ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ശരിയാണല്ലോ. അപ്പൊ ഉസ്താദ് പറയും എനിക്കെല്ലാം കാണാപ്പാടാണ്. അതായത് ഖുറാനാണെങ്കിലും ബൈബിൾ, നിങ്ങളുടെ ബൈബിൾ ആണെങ്കിലും, അതായത് ഹിന്ദുസിന്റെ എത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും എനിക്ക് കാണാപ്പാടാണ്. അപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഞാൻ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തി, ഞാനും 2 പുരോഹിതന്മാരും ക്രിസ്ത്യൻസ് അവരായിട്ട് ഒരു വാതുവെപ്പ് നടത്തി. അതായത് ട്രെയിനിൽ ഇങ്ങനെ പോവാ, കുറെ ദൂരം ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഗ്രന്ഥം വെക്കുക, എന്റെ വെക്കുക, എന്നിട്ട് ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു. അപ്പോൾ നിങ്ങളുടെ ആണെന്നാണ് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യനിലേക്ക് ആവും, അതല്ല എങ്കിൽ നിങ്ങൾ എന്തിലേക്ക് ചേഞ്ച് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞു. ഇതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ട്. അപ്പോൾ അപ്പോൾ അവര് പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഇവര് പോയി കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ യാത്ര ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇവര് പിരിഞ്ഞു. ഇവരെ കുറെ ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് 3 പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പുരോഹിതൻ കുറച്ചു നാള് മുമ്പ് ഫോണിലെ കലിമ ചൊല്ലി. ഒരു മെസ്സേജാണ് ഇത് വന്നേ, നമ്മൾ കലിമ ചൊല്ലി. അപ്പൊ അത് പറഞ്ഞപ്പോ നമുക്കൊരു രോമാഞ്ചം വരുമല്ലോ, ആണോ അപ്പൊ അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ കിടുങ്ങിയിരിക്കുക. അപ്പൊ പിന്നെ ഒരാളെ ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക, അയാള് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു. അയാള് പോയ വഴി പുല്ല് മുളച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ജോക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കൊറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചേട്ടൻ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് സ്ത്രീകളെ കുറിച്ചുള്ളത്, പിന്നെ നബി ഇത്ര വയസ്സിൽ മാരേജ്, ആകെ പറഞ്ഞേക്കുന്നത് ഖദീജ ബീവിനെ, അതായത് ത്യാഗം പോലെ. ഇപ്പൊ ഞാനിപ്പോ ആരുടെങ്കിലും പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും ഖദീജ ബീവി ക്യാഷ് ടീം ആയിരുന്നു, അത് പറയുന്നില്ല കേട്ടോ എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോ പറയും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. പിന്നെ കൂടുതൽ പേരും ഇവിടെ വരണേ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാരേജ് ഇല്ല, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കും, വീട് വെക്കാൻ, ഡ്രസ്, ഫുഡ്, ഇത് എല്ലാം ഓഫർ ചെയ്തിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മതം മാറി വന്നാൽ നിങ്ങൾക്ക് വീട് വെച്ചാലാണ്. അതായത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ അവരുടെ ചെവിയിൽ കേട്ട കാര്യമാണ്. ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് എന്നതൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം സെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് കഴിയുമ്പോ ചൊല്ലുക 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പടിയാണ് ഇപ്പടിയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെന്നുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെയാണോ ഇസ്ലാമിലേക്ക് വരുന്നത്, ഇതാണ്. അപ്പൊ കാരണം നമ്മുടെ ദീന് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഖുറാനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ പണ്ട് ഒരു ബുക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അടിമ സ്ത്രീയെ ഇങ്ങനെ വ്യഭിചരിക്കുന്ന കാര്യം അങ്ങനെയും, പിന്നെ എന്താ പറയാ ആ ഒരു സെക്സിൽ ഇതൊക്കെ പറയുമ്പോ പണ്ട് ഒരു ബുക്ക് ഉണ്ടല്ലോ ചേട്ടാ, മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞേ, എനിക്ക് അത് ഓർമ്മ വന്നേ. എന്താ വെച്ച് കഴിഞ്ഞാ അത് ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ, അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ അതിനകത്ത് കൊണ്ട് എഴുതി വെക്കാൻ പോയേ. ആൾക്കാരോട് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, പിന്നെ അതിനകത്ത് എന്തിനാ എഴുതി വെക്കാൻ പോയി, അത് ആളുകൾ പിന്തുടരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇതിന്റെ മലയാളം ആർക്കും അറിയൂല. ഇതെന്താ പറയണേ, അവിടെ നിന്നാണ് ഞങ്ങൾ പറയും. ഇപ്പോ എന്തെങ്കിലും അതുമായിട്ട് പറയുമ്പോ അതിന്റെ മലയാളം മീനിങ് ഒരു അച്ചടി പോലെ ഇങ്ങനെ പറഞ്ഞു തരും. അതിന്റെ ഇപ്പോ കാഫിറിനെ കുറിച്ച് പറയണത് അതുണ്ടല്ലോ, അതാണെങ്കിലും ക്ലിയർ ആയിട്ട്, അതായത് മറ്റുള്ളവരെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ അവരെ എങ്ങനെ ചെയ്യണം അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം ഒരു പാരമ്പര്യ മുസ്ലിംസിനോട് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുമായിരിക്കാം, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വന്നവരാ. അപ്പൊ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ എന്തായാലും റിട്ടേൺ ഞങ്ങളൊക്കെ നിങ്ങളുടെ മതം പഠിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ അടുത്ത് ഈ വെളുപ്പിച്ച നല്ല സാധനങ്ങൾ മാത്രം നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആകെ പറഞ്ഞ് കേട്ടേക്കണത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ ചേട്ടന്റെ വീഡിയോസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ 2 വർഷത്തിന് മുന്നേ പോയതാ. എന്നിട്ട് കലിമ ചൊല്ലിയത് എന്നാണ്, എത്ര വർഷം മുന്നേ? ഇത് തന്നെ അത് പോയി അവിടെ ചെല്ലുമ്പോ അന്ന് തന്നെ നമ്മൾ അവിടെ കേറുമ്പോ തന്നെയാണ് അവർ കലിമ ചൊല്ലുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി ഇത്രേ പറയുന്നു.
ഇത് അവിടെ ഉസ്താദുണ്ട്, മെയിൻ ഉസ്താദുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എന്തെങ്കിലും കൈ കഴുകാനോ കുളിക്കാനൊക്കെ പറയൂ? ഇല്ല, വേറൊന്നും പറഞ്ഞില്ല. നേരെ അങ്ങോട്ടേക്ക്. നമുക്ക് സെക്ഷൻ വേറെ ഉണ്ട്, ലേഡീസിന്റെ സെക്ഷൻ വേറെ ഉണ്ട്. ഇടാൻ പർദ്ദ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ അവർ അവിടെ തരും. നിങ്ങൾ എത്ര നാൾ അവിടെ നിന്നു? 2 മാസത്തെ കോഴ്സാണ്. 2 മാസം അവിടെ നിന്നു അതോ പോയി വന്നോ? അവിടെ നിന്നു. ഇല്ല, അവിടെ നിക്കണം. ഇപ്പൊ ഈ ജോലിയുടെ ഇടയിൽ നിങ്ങൾ അങ്ങനെ പോകുമ്പോ ജോലി ഇവിടെ ലീവ് തന്നു. ഞാനൊരു മുസ്ലിം ആണ്, എന്റെ ഷോപ്പിലെ ഓണർ. അപ്പൊ എനിക്ക് ഈ 2 മാസത്തെ ലീവ് ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൊക്കോ കുഴപ്പമില്ല, വേറെ ആളെ എടുക്കണില്ല, നീ തന്നെ പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് 2 മാസത്തെ ശമ്പളം തന്നു? ഇല്ല, 2 മാസം ശമ്പളമായിട്ടല്ല ഞാൻ വന്നത്, കാലിയായിട്ടാണ് വന്നത്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മള് ജോലിക്ക് പോണില്ലല്ലോ. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമുക്ക് സക്കാത്ത് പോലെ തരില്ലേ, അതുപോലെ പൈസ തന്നു. അതായത് എന്റെ ഒരു മാസത്തെ സാലറി ആണ് തന്നത്. അപ്പൊ എനിക്കതൊരു ആശ്വാസമായിരുന്നു. നമുക്കത് കിട്ടിയപ്പോ വെറുതെ വന്ന്. എന്റെ വീട് ആലുവ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ നിങ്ങൾ വീട്ടുകാരോട് എന്താ പറഞ്ഞത്? വീട്ടുകാർക്ക് അറിയോ? വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. അറിയില്ല? ഇല്ല, അതായത് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ അവിടെ പോയി നിന്നതോ മതം മാറിയതോ ഒന്നും വീട്ടുകാർക്ക് അറിയില്ല? ഒന്നും അറിയില്ല. ഇല്ല. അപ്പൊ ഇതിപ്പോ വീഡിയോ കോൾ വരുമ്പോ വീട്ടുകാർ അറിയില്ലേ? കോള് അല്ല, ഇതിപ്പോ എന്റെ ഫാമിലി പ്രോബ്ലം ഇല്ല. അപ്പോ ഞാൻ ഫാമിലിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായി. അപ്പോ അതുകൊണ്ട് ഇപ്പൊ എന്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ മാരേജിൽ കുറെ വിഷയങ്ങളുണ്ടായി. അങ്ങനെ അതുകൊണ്ട് വീട്ടില് ആർക്കും അറിയില്ല. അതായത് നമ്മളിങ്ങനെ എന്താ പറയാ, ഒഴിഞ്ഞിട്ടേക്കണെന്ന് പറയില്ലേ, അങ്ങനെയാണ്. കുഞ്ഞിലേ മുതലേ അവർക്ക് ആൺകുട്ടികളെയാണ് ഇഷ്ടം, പെൺകുട്ടികളെ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അത് വേറെ ആൾക്കാർക്ക്. അങ്ങനെ ഒരു ഞാന് ഫാർമസിയാണ്. അപ്പൊ ഈ നിങ്ങള് അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും വിവാഹം അങ്ങനെ വല്ലതും വന്നോ? ഈ പറയുന്ന മതം മാറിയതിനു ശേഷം അങ്ങനെ ആലോചന അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ആവുന്നതിന് മുന്നേ ഭയങ്കര കാര്യം ഒക്കെ ആയിരുന്നു. പക്ഷെ ചേഞ്ച് ആയി ഇവിടെ വന്നപ്പോ നമുക്ക് ഫാമിലിയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടില്ല. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഫാമിലിയിൽ അവിടെ, അതായത് എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിക്കാഹ് ചെയ്യുക ചെയ്തത്. അവിടെ തന്നെ കോഴ്സ് കഴിഞ്ഞപ്പോ ഇറങ്ങുന്ന ടൈമിൽ അവർ നിക്കാഹ് കഴിപ്പിച്ചു. അപ്പൊ അവർ പറഞ്ഞു എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സമാധാനം, പ്രോബ്ലം ഉണ്ടാവില്ല, നമുക്ക് വിശ്വാസമുള്ള ഒരാളാണല്ലോ എന്ന് പറഞ്ഞ്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലം ആയി, നടക്കൂല. അതായത് അവിടെ ചെന്ന് ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നം. അത് ഹിന്ദു തന്നെയല്ലായിരുന്നോ? അല്ല, ഹസ്ബൻഡ് മുസ്ലിമാണ്. അത് ശരി. അപ്പോ അതിനുശേഷമാണ് നിങ്ങൾ മതം മാറാൻ പോയെ? അല്ല, ഞാന് ഫസ്റ്റ് ഞങ്ങളെ ഇഷ്ടമായിരുന്ന ടൈമിലാണ് മതം മാറാൻ വേണ്ടിട്ട് പോയെ. അപ്പൊ ഇവനിക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും കുഴപ്പമില്ല, ഹിന്ദു എന്തായാലും കുഴപ്പമില്ല. പക്ഷെ മതം മാറിയത് ഈ ഇഷ്ടം കൊണ്ടാണോ അതോ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണോ? ഇഷ്ടം കൊണ്ടാണ് മാറിയത്. പക്ഷെ വീട്ടിലും കൂടി കയറണമെങ്കിൽ അവർ അംഗീകരിക്കണമെങ്കിൽ ഞാനൊരു മുസ്ലിം ആയിരിക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കില്ലല്ലോ. അതെ, അവിടെ അതുകൊണ്ടാണ് പോകുന്നത്. സത്യസരണിയിൽ നിങ്ങൾ പോയപ്പോ നിങ്ങളും ഈ വിവാഹത്തിന് വേണ്ടി വന്ന ആളെന്നല്ലേ? അല്ല, ഇവർക്ക് കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല. ഇങ്ങനെ കുഴപ്പമില്ല, ശരി. പക്ഷെ ഇതേ ഹസ്ബൻഡിനല്ലേ പറഞ്ഞു വീട്ടുകാർ അംഗീകരിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞത്? ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല, അത് എന്റെ ചിന്തയാണ്. ഇല്ല, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, അവര് പറഞ്ഞിട്ടില്ല. ഇഷ്ടമായ ടൈമിലാണല്ലോ ചേഞ്ച് ആവാൻ പോയത്. അപ്പൊ അത് അപ്പൊ ഇങ്ങനെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ 3 വർഷം മുന്നേ, നിങ്ങൾ എത്ര വർഷം മുന്നെയാണ് അപ്പൊ ഇയാളെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ 5 വർഷമായിട്ട് പരിചയമുണ്ട്. അതായത് ഇപ്പൊ 3 വർഷമായിട്ടാണ് നിങ്ങൾ മതം മാറിയത്, ഈ സംഭവമൊക്കെ ഉണ്ടായത് അല്ലെ? 3 വർഷം മുന്നേ 2023. അപ്പൊ അതിനും 2 വർഷം മുന്നേ ഇദ്ദേഹത്തെ പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ ആ പരിചയപ്പെടുന്ന സമയം മുതൽ നിങ്ങൾ ഈ ഇസ്ലാമിനെ കുറിച്ചും ഈ രീതികളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങി? അതെ, കുറെ കഥകളും ഇങ്ങനെ പറയുന്ന കഥകളും. അപ്പൊ അങ്ങനെ അറിയുന്ന സമയത്താണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ ആ ജോലി കിട്ടി നിങ്ങൾ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു? എവിടെ ജോലി? അല്ല, ഞങ്ങൾ ജോലി ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അവിടുന്നാണോ കല്യാണം നടന്നത്? അല്ല, കല്യാണം നടന്നത് ഇവിടെ ഈ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ദിവസമാണ്. അവിടെ അങ്ങനെയാണ്. അവിടെ വെച്ചാണോ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്? അല്ല, ഇവിടെ വെച്ചേ പരിചയമുണ്ട്. അല്ലാണ്ട് അതിനുശേഷമാണ് ഞാൻ അവിടെ പോയത്. നിങ്ങൾക്ക് ഈ നോമ്പെടുക്കാനും അതുപോലുള്ള കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്ന സുഹൃത്ത് എന്ന് പറഞ്ഞ ഈ സുഹൃത്തായിരുന്നു? അതെ. അങ്ങനെ ശരി. നോമ്പ് എടുക്കുന്നത് എനിക്ക് പറഞ്ഞു, എന്ന് വെച്ചാൽ കൂട്ടത്തിൽ അവര് നോമ്പ് എടുക്കുമ്പോ ഞാൻ പിടിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് നോമ്പ് തുറക്കണമെന്നും എനിക്ക് അറിയൂല. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഡോട്ട്സ് ഒന്ന് കണക്ട് ചെയ്യണമല്ലോ, ഇതിന്റെ സ്റ്റോറി ലൈൻ കറക്റ്റ് ആവണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തോ തകരാറുണ്ടെന്ന് നാട്ടുകാർ പറയുള്ളൂ. അപ്പൊ 5 വർഷം മുന്നെയാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നത്? അതെ. ഓക്കെ, 5 വർഷം മുന്നേ ജോലിക്ക് കയറി പഠിച്ചു കഴിഞ്ഞപ്പോ, അതായത് നിങ്ങൾ 25-ാം വയസ്സിൽ. ഓക്കെ, അവിടെ കയറുന്നിടത്താണ് നിങ്ങൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്?
അതെ. ഓക്കെ. അപ്പോൾ ആ കൂട്ടുകെട്ടിലൂടെ നിങ്ങൾ ഇസ്ലാമിനെ കൂടുതൽ അറിയുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ നിങ്ങൾ പ്രണയത്തിലാവുന്നു. അതെ. പ്രണയത്തിലായപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. കല്യാണം കഴിക്കാൻ അപ്പൊ തീരുമാനിച്ചിട്ടില്ല. അതായത് വീട്ടിലൊക്കെ പറയാ, എന്നിട്ട് ഓക്കെ ആക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിലാണ്. ശരി. അപ്പൊ നിങ്ങൾ അവിടെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ പ്രണയത്തിലായി അവിടുന്ന് 5 വർഷം മുന്നേ പരിചയപ്പെട്ട സമയം മുതൽ, ജോലിക്ക് കയറി കൊടുത്തത് മുതൽ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇസ്ലാമിനോട് അടുക്കുന്നു. ഇസ്ലാമിനോട് അടുത്തപ്പോൾ നിങ്ങൾ ഇസ്ലാം പഠിക്കണമെന്ന് ആളോട് പറയുന്നു. അപ്പൊ ആളാണ് നിങ്ങൾക്ക് ഈ മറ്റെന്താണ് ഈ സത്യസരണി പരിചയപ്പെടുത്തി തരുന്നത്? അല്ല, അതെന്റെ ജോലി സ്ഥലത്തുള്ളവരാണ് പരിചയപ്പെടുത്തിയത്. ജോലി സ്ഥലത്ത് തന്നെയല്ലേ? കൊണ്ടുവന്നാക്കി. അല്ല, ഈ പുള്ളിയൊക്കെ സ്റ്റാഫുകളാണ്, അവിടുത്തെ ഓണേഴ്സ് ആണ് എനിക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ. അപ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഈ പറയുന്ന ഇസ്ലാം മതം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, സത്യസരണി ഓണേഴ്സ് പരിചയപ്പെടുത്തി തന്നു. അതെ. ഓക്കെ. അപ്പോൾ വീണ്ടും ആൾക്കാരുടെ എണ്ണം കൂടി. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി മതം പഠിച്ചു, ഇസ്ലാമിലേക്ക് വന്നു, കലിമ ചൊല്ലി. കലിമ ചൊല്ലി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിവാഹം അവിടെ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം നിങ്ങൾ ആ ഇതിലേക്ക് കലിമ ചൊല്ലി ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാൾ ഉപരി ഇത് നടന്നാൽ ആക്സെപ്റ്റൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടുമെന്നുള്ളൊരു ധാരണ. അല്ല, ഞാൻ അവിടെ ലാസ്റ്റ് എന്റെ കോഴ്സിന്റെ ലാസ്റ്റ് ഡേ, അതായത് 2 മാസത്തിന് ഒരു 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ അവിടെ മാരേജ് കഴിക്കാം എന്ന് തീരുമാനിക്കുന്നത്. അതുവരെ മാരേജ് എന്നുള്ളത് വീട്ടുകാരൊക്കെ അറിഞ്ഞ് പതിയെ മതി എന്നുള്ള രീതിയിലാണ്. അവിടെ വെച്ച് 2 ദിവസത്തിനുള്ളിൽ അവിടെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നാക്കി എന്ന് മാത്രമേ അവിടെ ഉള്ളവർക്ക് അറിയുള്ളൂ, എല്ലാരും കണ്ടിട്ടുള്ളൂ. അതിനുശേഷമാണ് 2 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എക്സാം ഉണ്ട്, ആ സമയത്താണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇങ്ങനെ അപ്പോഴാണ് ഞാനും അറിഞ്ഞത് അവിടെ ഇങ്ങനെ മാരേജ് ചെയ്ത് എല്ലാവരും വിടുന്നുണ്ട്. അവസാന ടൈമില് മാരേജ് അവിടെ തന്നെ നിക്കാഹ് കഴിപ്പിച്ചിട്ടാണ് വിടണേ. നമുക്കറിയില്ലല്ലോ. ഇത് കേരള സ്റ്റോറി മൂവിയിൽ കാണുന്ന മാതിരി തന്നെയാണ്. അതെങ്ങനെയാ? കേരള സ്റ്റോറിയിൽ ഇതേപോലല്ലേ, ഒരു പള്ളിയിൽ ഇരുത്തിയിട്ടാണല്ലോ അവിടെ നിക്കാഹ് കഴിച്ചു വിടുന്നത്. മൂവി കണ്ടില്ലേ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് അതിൽ കണ്ടത് നിങ്ങളുടെ സ്റ്റോറി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറയണം. നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പൊന്നാനിന്ന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് അവിടത്തെ. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു, ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ ആദ്യം അവിടെ പോവാനിരുന്നത്, എന്തുകൊണ്ടാ പോന്നേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഞങ്ങള് പീരീഡ്സ് ആണ് എങ്കിൽ അത് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുട്ടി പറയണേ? അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കും, പക്ഷെ അവര് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മൾ പീരീഡ്സ് ആയി നമ്മൾ നുണ പറയുകയാണോ, നിസ്കരിക്കാനുള്ള മടി കൊണ്ട് പറയുകയാണോ, അതിന് വേണ്ടിയിട്ട് അത് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി, ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവിടെ നിന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഓതനാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു, എക്സാം ആവണേനൊക്കെ മുന്നേ ഞങ്ങൾ ഓടിപ്പോകുന്നു, അതൊരു ജയിലാണ്, അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മൾക്കൊന്നും പറ്റൂല അവിടെ നിൽക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ അപ്പൊ നമ്മുടെ കഥയുടെ ബാക്കി. എന്നിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനുണ്ടായ കാരണം ഇതുമായി കണക്ട് ചെയ്ത് വല്ലതാണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ഇതുമായിട്ടല്ല, അവർക്ക് വീട്ടുകാർക്ക് എന്നാ ഇഷ്ടമല്ല, അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വാപ്പ പറയണത് ഇല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യൂല. അത് നമുക്കറിയില്ലായിരുന്നു. അത് അവസാന ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അവര് പറയണേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. എന്നോട് വെയിറ്റ് ചെയ്യാനോ ഒന്നും പുള്ളി പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, ഹോസ്പിറ്റലായി, ഞാൻ സൂയിസൈഡ് ചെയ്തു. എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ വാപ്പ പറഞ്ഞു, ഇങ്ങനെ വീണതാണെന്നോ അങ്ങനെ മുറിഞ്ഞതാണോന്നോ നീ പറയണം ഹോസ്പിറ്റലില്, അല്ലാണ്ട് വേറെ ഒന്നും പറയരുത്. അപ്പൊ സ്നേഹത്തോടു കൂടിയാ പറയണേ. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ രീതി മാറും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോള് അങ്ങനെ പറയുന്നു കേട്ടോ, മോള് എന്റെ മോളെ പോലെ തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചത്, നന്നായിട്ട് മുറിവുണ്ട്, അപ്പോൾ 5-6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്, പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഇപ്പൊ പറഞ്ഞോ, അവര് കാരണല്ലേ ചെയ്ത്, ഞങ്ങളിപ്പോ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ശരി, എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല, ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്താണ്, എനിക്ക് അവരെ പറയാൻ പറ്റൂല. കാരണം ഒരു സൈഡില് വാപ്പ പറഞ്ഞ് വിട്ടേക്കണം എന്റെ മോളെ പോലെയാണ്, അപ്പൊ നമ്മളൊരു ചാൻസ് അവിടെ കണ്ടു, എല്ലാം പുറത്തിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് നേരെ അവര്, ഞാൻ റെന്റിനാ താമസിക്കണേ, നേരെ അവര് വീട്ടിൽ കൊണ്ടുവന്നാക്കി, ടാറ്റ ബൈ പറഞ്ഞ് അവര് പോയി. പിന്നെ നമുക്ക് മനസ്സിലായി ഒഴിവാക്കണെയാണ്. അതായത് സപ്പോസ് നിങ്ങളന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചോ, അതെ, ഇവിടെ എന്തായിരിക്കും നിങ്ങളെ കഥ ഇവിടെ പ്രചരിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ കേരള സ്റ്റോറിയാണ്, നിങ്ങൾ ലവ് ജിഹാദിന്റെ ഇരയാണെന്നല്ലേ ഇവിടെ വരാ. നിങ്ങൾ ട്രാപ്ഡ് ആവുകയായിരുന്നു ഈ സാധനത്തിന്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ?
ശരിക്കും നിങ്ങൾ പുള്ളിക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്, ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതേപോലുള്ള കല്യാണ തട്ടിപ്പെന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇതിൽ കേസ് കൊടുക്കേണ്ടി വരും. ഞാൻ സ്റ്റേഷനിൽ പോയായിരുന്നു, പുള്ളിനെ കാണാനുണ്ടായില്ല, കുറച്ച് ദിവസത്തേക്ക് കാണാനുണ്ടായില്ല. അപ്പൊ കാണാണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് ഫ്രണ്ട്സ് പറഞ്ഞു അവനെ വീട്ടില് അവന് ലോക്കാണ്. ഈ ലോക്ക് എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. അപ്പൊ ലോക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വാപ്പ ഭയങ്കര കൊട്ടേഷൻ പോലത്തെ ആളാണ്, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, അവരുടെ ഫാമിലി മൊത്തം ഇങ്ങനെയാണെന്ന് എനിക്കറിയാൻ നന്നായിട്ട്. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം ഇവന് വിടാത്തതാണോ എന്നോർത്ത് ലോക്കാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് എങ്ങനെയില്ല, അവൻ ഓക്കെ അല്ല, അവനെ ഫോണിൽ വിളിക്കുമ്പോൾ അവൻ വേറെ എന്തൊക്കെയോ സംസാരിക്കണേന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് മെന്റലി വീക്കായി പോയിട്ടുണ്ടാവും, ആൾ അത്ര പാവമാണ്. അപ്പൊ ഇല്ലില്ല, ഡ്രഗ് ഒന്നും യൂസ് ചെയ്യില്ല. അതായത് എന്താ പടച്ചോന ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുവന്ന് നടക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഫുൾ ടൈം നിസ്കാരം അത് ഇത് എല്ലാം അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഈ കുടുംബം എന്നൊക്കെ പറയുന്ന സാധനം സെക്കൻഡറി ആയിട്ട് മാറുന്നു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇസ്ലാമിൽ ഇതാണോ പഠിപ്പിക്കണേ? ഞാൻ ഓക്കെ ആയി, ഞാൻ ഇങ്ങനെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞതിന് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞപ്പോ പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല, നീ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞ് ലാസ്റ്റ്. അതായത് സ്റ്റേഷനിൽ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ടിരിക്കുന്നത് അവര് കാണുകയാണ്. അപ്പൊ അവര് വിളിപ്പിച്ചു വരുത്തി. ആദ്യം പാരന്റ്സ് പറഞ്ഞു ഇവിടെ ഇല്ല അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പോലീസുകാർ പറഞ്ഞു മര്യാദക്ക് വന്നോ, ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടി രാവിലെ തുടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടുകാരെല്ലാരും ഒരു നടുക്ക് പുള്ളിനെ നിർത്തിക്കൊണ്ട് മൊത്തം പ്രൊട്ടക്ഷൻ പോലെ, ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെ നിന്നിട്ടാണ് സ്റ്റേഷനിൽ വന്നത്. സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു ഇവള് ഇസ്ലാമിലേക്ക് ആയത് നീ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് സ്റ്റേഷനിൽ പോലീസുകാർ പറഞ്ഞു നീ അങ്ങനെ ചോദിച്ചാണെങ്കിൽ ആന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടാണോ നീ ആയേ, നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ആയേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ആയേ, ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കാരണം എന്റെ വീട്ടിലല്ലേ കേറ്റൂലല്ലോ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ ആയേന്ന് പറഞ്ഞപ്പോഴേക്കും മേം പറഞ്ഞ് ഇത് വേണ്ട ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ തലയിറങ്ങി വീണ് എന്റെ ബോധം പോയി. പിന്നെ ഞാൻ ആരെയും തിരിച്ചറിയാനുണ്ടായില്ല. അപ്പോ ഇതിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവിടെ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഓർമ്മയില്ലാത്ത എന്നെ വാപ്പ നേരെ കൊണ്ടുപോയിട്ട് ആ വാടക വീട്ടിൽ ഒറ്റക്ക് നിർത്തിയിട്ട് ഞാൻ അവിടെ തന്നെ താഴെ തറയിൽ കിടക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് വിളിച്ചു. അവനെ വിളിച്ച് അവിടെയുള്ള പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ബാ നമുക്ക് എങ്ങോടെങ്കിലും പോവാം. അങ്ങനെ ബോധമില്ലാണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവർ ചോദിച്ചു നീ ഓക്കെ അല്ലേ എന്നിട്ട് എന്താ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അവര് കുറച്ച് ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ള കുറച്ച് ആളുകൾ ചേർന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ വെറുതെ തറയിൽ കിടക്കുവാണ്. അങ്ങനെ അവര് നേരെ അവരുടെ ബിൽഡിംഗ് ഓണറുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഓക്കെ അല്ല, ഇവൾക്ക് എന്തോ മെന്റലി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്റെ അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചൊരു 100 മീറ്റർ മാറിയിട്ട് ഇവൻ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പേരെടുത്ത് ഇവരെല്ലാവരും മുസ്ലിംസ് ആണ്, ഇവരെല്ലായിടത്തും ഞാൻ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു അവനെ ഒന്ന് കണ്ടാൽ മതി, എനിക്ക് അവൻ എന്റെ മൂത്ത് നോക്കി പറയട്ടെ എന്നെ വേണ്ടാന്ന്, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയി പോകും എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും അവിടെ നിന്ന് അനങ്ങിയില്ല. അവരെല്ലാരും ആര് വീട്ടുകാര് എന്താ ഇഷ്ടപ്പെടാഞ്ഞത്? നിങ്ങൾ മതം മാറിയിട്ടും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഒരു ഇതുണ്ട്, അതായത് ഞാൻ പറയായിരുന്നു അവനെ വളർത്തുമ്പോ, അതായത് അവന്റെ സിസ്റ്ററിനെ നല്ല ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ കെട്ടിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും നീ ഓർക്കും നിന്നെ അവർക്ക് ഇഷ്ടമാണെന്നാണ് നിന്റെ വിചാരം, പക്ഷെ അങ്ങനെയല്ല, നിന്നെ അറക്കാൻ ഇട്ടേക്കണ പോത്താണ് നീ. അതായത് നിന്നെ വെച്ചിട്ട് വേണം അവർക്ക് അടുത്ത ആളുകൾ, അതായത് കല്യാണം കഴിപ്പിച്ചിട്ട് ഇത്ര ഓർണമെന്റ്സ്, അവർക്ക് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പൊ അത് വേണം, അത് ഇവനറിയില്ല. ഇവന്റെ വിചാരം ഇവനെ ഭയങ്കര കാര്യമാണ് വീട്ടുകാർക്ക്. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ അങ്ങനെയല്ല, അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്, ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോവില്ല, അതാണ്. പിന്നെ ഫുള്ള് അവരുടെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു കെട്ടിയ ആളെ ഇങ്ങനെ ഒറ്റ വീട്ടിൽ ബോധമില്ലാണ്ട് അവസ്ഥയിൽ കൊണ്ടുവന്ന് ആക്കണം നിങ്ങളുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം ഭാര്യനെ ചേർത്ത് പിടിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളേ എന്ന് ഞാൻ ചോദിക്കുമ്പോ അതിന് ആൻസർ ഇല്ല, അതൊന്നും പറയൂല. അങ്ങനെ അവൻ പോയി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും അവരുടെ ഇതിനകത്ത് പോകണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഫുള്ള് ഇതിനകത്തേക്ക് വന്നിട്ട് ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആദ്യം കണ്ട ആൾക്കാരല്ല, പിന്നെ അവരൊക്കെ ഭയങ്കര ചേഞ്ച് ആയി. പിന്നെ അതേപോലെ തന്നെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ പട്ടിണി കിടക്കുമ്പോ മുസ്ലിങ്ങൾക്ക് മാത്രം സാധനങ്ങളൊക്കെ ഒരു പെരുന്നാൾ വന്നാലോ എന്തൊക്കെ കൊടുക്കൂലേ, അരിയും സാധനങ്ങളൊക്കെ കൊടുക്കൂലേ. അപ്പോ ഞാൻ നോക്കുമ്പോ അടുത്ത വീട്ടില് ആ സമയത്ത് ഞാൻ ഹിന്ദു ആയിരുന്നു, അടുത്ത വീട്ടില് അവർ പട്ടിണി കിടക്കുക, അവർ ഫുഡ് വെച്ചിട്ടില്ല. ഇവരിത്രയും ഭയങ്കര കിച്ചൺ സാധനങ്ങളെ കൊണ്ട് മേളിൽ താമസിക്കുന്നവർക്ക് കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ എനിക്കറിയില്ല അത് മുസ്ലിങ്ങൾക്കും അത്ര ചെയ്യുള്ളൂ, എനിക്കറിയില്ല. ഞാൻ ചേട്ടന്റെ വീഡിയോയില് കേട്ടപ്പോഴാണ്, അങ്ങനെ ഒരു സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല എന്ന്. എനിക്ക് അങ്ങനെയുണ്ട് എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് അടിച്ചു. കാരണം ഇല്ലാത്ത ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ, പട്ടിണി കിടക്കുന്ന ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഇപ്പൊ സക്കാത്ത് ചെയ്യുന്ന
ആണെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. അതേപോലെ എനിക്ക് പൈസ അന്ന് തന്നെന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത്, അതായത് ഞാൻ മെന്റലി ഓക്കെ അല്ലാത്ത സമയത്ത് എല്ലാവരോടും ആ തന്ന ആള് വിളിച്ചു പറഞ്ഞു ഞാൻ എത്ര പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ശേഷം ഓക്കെ ആയപ്പോ ഞാൻ ആലോചിച്ചു, ഈ എന്താ പറയാ, ഒരു കൈ കൊടുക്കണം മറു കൈ അറിയിരുന്നു, അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ചു ഇത് കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഗുണമാണുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ മതം ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കാൻ തടസ്സമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ചെയ്തുകൂടെ? ഈ നിങ്ങളൊരു മതത്തിലേക്ക് വന്ന സ്വമേധയാ ഇഷ്ടപ്പെട്ട് ചെയ്തു എന്നാണ് പറയുന്നത്, മതപരിവർത്തനം നിർബന്ധിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. പക്ഷേ ഇത് ഇങ്ങനെ ചതിയിൽ പെടുന്നൊരവസ്ഥ ഉണ്ടായല്ലോ നിങ്ങൾക്ക്. ഇതൊരു ചതിയിലാണ് നിങ്ങൾ പെട്ടത്, ഒരു പ്രണയം, അതിൽ അവരിലൂടെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, എന്നിട്ട് നിങ്ങൾ ആ ഇസ്ലാമിനെ ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കല്യാണത്തിന് അത് ഗുണമാകുമെന്ന് കരുതി നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മതം മാറുന്നു. അപ്പോൾ ആ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്നിട്ട് ആ സ്ഥലം അന്വേഷിച്ച് ചെന്ന് അവരുടെ സൗകര്യത്തിൽ, അവർ പറഞ്ഞ സൗകര്യത്തിൽ നിങ്ങൾ ചെല്ലുന്നു മഞ്ചേരിയിൽ. ഇതെല്ലാം നിങ്ങൾ സ്വമേധയാ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ മതം മാറുന്നു. മതം മാറുന്നത് ഈ ബന്ധത്തിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് അവർ നിങ്ങളെ ഇതേപോലെ സൈഡാക്കിയിട്ട് നിങ്ങളെ വിട്ടു. അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുമില്ല, പ്രണയിച്ച ആളും നിങ്ങളെ കൂടെ നിന്നില്ല, നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ വീഡിയോ 2 ആഴ്ചയായിട്ട് കണ്ടപ്പോൾ കാര്യങ്ങൾ കള്ളി വെളിച്ചത്ത് വരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാലോ, ഇതൊരു ട്രാപ്പല്ലേ ഇങ്ങനെ സംഭവിക്കാനുള്ള. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഇനി വരാനിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് കൊടുക്കാലോ. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് പറയാം. ഒന്ന്, നിങ്ങൾ മതം ഉപേക്ഷിക്കുക, ഇത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഇത് കുഴപ്പം പിടിച്ച സാധനമാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയാം. 2, നിങ്ങൾ അകപ്പെട്ട ആ ഒരു ട്രാപ്പ് അത് തുറന്നു പറയാമല്ലോ നിങ്ങൾക്ക്. അതായത് ഇതേപോലെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രണയമായിട്ട് വരുമ്പോൾ മതം മാറുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മതത്തെ കൂടുതൽ പരിചയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാത്രമാണോ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ ജോലി സ്ഥലത്ത് മുസ്ലിം ഹിന്ദു ആയിട്ട് മുസ്ലിം അതെ അത് ഞാൻ എന്റെ ഒരു കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദു ആയിട്ട്, ബാക്കി എല്ലാവരും മുസ്ലിംസ് ആണ്. അപ്പോൾ ആ നിങ്ങളെ അവിടെ ബാക്കിയുണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ എന്തിനാണ് അവിടെ മതപരിവർത്തനം അല്ലെങ്കിൽ മതത്തെ പരിചയപ്പെടുത്തുന്ന പണി എടുക്കേണ്ട കാര്യം എന്നുള്ളത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഇതിനെ പേപ്പട്ടിമാന്ന് വിളിക്കണം അതുകൊണ്ടാണ്. അങ്ങനെ ഒരു സെറ്റിങ്ങിൽ ഏതെങ്കിലും ഹിന്ദു വന്നിട്ട് ഹിന്ദു മതത്തിനെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഹിന്ദു ആക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുമോ? ഇല്ല. ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്, കുറേ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഈ കേരളത്തിൽ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചേട്ടാ, ഇപ്പൊ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചൂടെടുത്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഷാള് മാറിപ്പോയി, ഷാള് താഴത്തേക്ക് വീണ് പോയി. അപ്പോൾ ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ വന്നിട്ട് സംസാരിച്ചു, ഇങ്ങനെ മുഖമൊക്കെ കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സംസാരം. അപ്പൊ ഞാൻ ആദ്യമേ കേട്ടത് ഇങ്ങനെ ചിരിക്കുന്നതിന് കൂലി എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും നോക്കി ചിരിക്കും, പണ്ടേ നോക്കി ചിരിക്കും എല്ലാവരോടും. അപ്പൊ എല്ലാവരും പറഞ്ഞു, നീ ഇതിനെ നോക്കി ചിരിക്കുന്ന അയാൾ അറിയോ? ഞാൻ അല്ല അറിയൂല, ചിരിക്കാലോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരൻ വന്നു, ഞാൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പൈസ വണ്ടിയുടെ ഉള്ളിലാണ്, പുറത്താണ്. അപ്പോൾ ഡോർ തുറന്ന് പുറത്ത് പോയി ക്യാഷ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ഈ ഷോൾ എടുത്ത് തലയിലിട്ടു. അപ്പോഴാണ് പുള്ളി ചിരിച്ചേ. പുള്ളി നമ്മുടെ കൂട്ടരാ, മനസ്സിലായോ? അപ്പോ വേറെ ആൾക്കാരോട് ആ ഒരു ഇതില്ല. അപ്പൊ ഞാൻ വേറെ എന്തോ ഇതാണെന്ന് വിചാരിച്ചിട്ട് ആ ചിരി അവിടെ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഷോൾ ഇങ്ങനെ തലയിലിട്ട് കഴിഞ്ഞപ്പോ ഞാനൊന്നും ചിന്തിക്കാണ്ടാണ് എടുത്തിട്ട് താഴെ പോയ ഷോൾ എടുത്ത് തലയിലിട്ടു. അപ്പൊ ഇങ്ങനെ എടുത്തിട്ടപ്പോ നമ്മുടെ കൂട്ടരായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ പറഞ്ഞു ഇങ്ങനെ. എന്റെ പഴയ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാർക്ക് ഞാൻ എവിടെയാണെന്ന് അറിയില്ല. അപ്പോ അവര് പ്രശ്നം. ഐഷ. നല്ല പേര്, അതുകൊണ്ട് മാത്രം നമ്മൾ ക്ഷമിച്ചു. ഇസ്ലാമിലെ ഒരു യുക്തിവാദിനി ഒരാളുണ്ട്, മുഹമ്മദ് നബീനെ മുഖത്ത് നോക്കിയിട്ട് ഉള്ളത് കാര്യം പറഞ്ഞിട്ട് അത് ആയിഷയാണ്, അതുകൊണ്ട് നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ ഈ സാധനം കോൾ എന്തായാലും കട്ട് ചെയ്ത് വരുമ്പോഴേ നിങ്ങളൊന്നുകൂടി ഇന്ന് കേൾക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്ന് കടന്നിട്ട് പോന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രോമയിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും പുറത്ത് കടന്നിട്ടില്ലേ? പുറത്ത് കിടക്കാന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനും ഇതൊക്കെ തന്നെയാ. അതായത് നമ്മളെല്ലാവരും ജോലി അവിടെ തന്നെയാണ് ജോലി. ഇതൊക്കെ പറയുമ്പോ അവര് കേൾക്കൂലേ? കേൾക്കും. അപ്പൊ ജോലി പോലെ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഇത് ഞാനല്ലടാ എന്ന് പറയേണ്ടി വരും. അത് ചേട്ടാ നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. അതെ, എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ടി വരും. അപ്പൊ അതായത് നമ്മൾ ഒറ്റപ്പെടുത്തും, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തും. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നപ്പോ പോലും കൂടെ നിൽക്കാണ്ട് എന്നെ യതീംഖാനയിൽ കൊണ്ടാക്കാനാ നോക്കിയത്. ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ കേട്ടു. ഇവളെന്നാ ഇവിടെ ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് യതീംഖാനയിലാക്കാം, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെന്റലി അതിൽ നിന്ന് പുറത്ത് ചാടി വന്നിട്ട് ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത്. അതുവരെ എനിക്ക് ആരും തിരിച്ചറിയാൻ പറ്റണ്ടായിരുന്നില്ല. ഏതായാലും നിങ്ങൾ ഇവിടെ പറഞ്ഞ സാധനം സത്യത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തെയൊക്കെ കുരുക്കുന്ന കാര്യമാണ്. ഇത് ആരെങ്കിലും കാര്യമായിട്ടൊക്കെ എടുത്താൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇത് അറിയാം, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ അവർ കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ,
നിങ്ങളെ ജോലി പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും മിനിമം. അതെ, ഞങ്ങള് മാറിയ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു ഐശ ഉണ്ടായിരുന്നു. അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂല. അവിടെ എന്തോ എനിക്ക് അറിയില്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. RSSകാരാണ്, അവര് കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെയാണ് ഇപ്പോ, ആ സ്ഥലത്ത് തന്നെയാണ്. വീട്ടിൽ പോകാൻ പറ്റാതെ ഇപ്പൊ 2 വർഷത്തോളം. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് ഒരു റീഹാബിലിറ്റേഷൻ ആണ്. അതിന് പറ്റിയൊരു സംഘടനയുണ്ട്, ഒരു ഹിന്ദു സംഘടനയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. അവരുടെ ഒരു നമ്പർ ഞാൻ ഷെയർ ചെയ്യാം, അവരെ കോണ്ടാക്ട് ചെയ്യാം. ആളുടെ പേര് ശ്രുതി എന്നാണ്. അവർ ഈ കേരള സ്റ്റോറി മൂവിയിലൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ കഥയൊക്കെ വന്നിട്ടുള്ള. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ അയച്ചു തരാം, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യം നിങ്ങളവിടെ അറിയിച്ച് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളവർ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്, ഇത് പ്രത്യേകിച്ച് പുറത്ത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഞാൻ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അവരെ കോണ്ടാക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന്. എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവനിങ്ങനെ മലപ്പുറത്തുള്ളതാണ്. ഇത് ഫ്രണ്ട് ഒന്നും ഉണ്ടായാൽ പോരാ, ഇത് നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യാൻ പാടില്ല. അവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചേട്ടന്റെ വീഡിയോ ഞാൻ പറഞ്ഞു, ആരിഫ് ഹുസൈൻ അറിയോ എന്ന് ചോദിച്ചാൽ അത് അപ്പൊ നേരെ പൊട്ടാ നീരുന്ന് വീഡിയോസ് ഇരുന്ന് കണ്ടാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോസ് അയച്ചു കൊടുത്തു, പറഞ്ഞു ഇതെനിക്ക് പണ്ടേ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ സൂപ്പർ. ഇത് ആര്യ വിദ്യാ സമാജം കേട്ടിട്ടുണ്ടോ? നിങ്ങളെ പോലെയുള്ള ട്രാപ്പിലാവുന്ന ഇതുപോലുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ 100 കണക്കിന് ഇതേപോലുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആളുടെ നമ്പറാണ് ഞാൻ അയച്ചിരിക്കുന്നത്, മെസ്സേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ചെറിയ കാര്യമല്ല, നിങ്ങൾ സുരക്ഷിതമായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ അയച്ചു തന്ന നമ്പർ ശ്രുതി എന്നാണ് ആളുടെ പേര്. ശ്രുതിയെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വീഡിയോസ് ഇടുമ്പോ നല്ലൊരു പേരിടും കേട്ടോ, ഇങ്ങനെ കുഴിയിലായ താത്ത അങ്ങനെ. കുഴിയിലായ താത്തയാണ്, കുഴിയിൽ വീണ താത്ത, അതന്നെയാണ്. അങ്ങനെ പറയരുത്, അല്ല എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളത്. അങ്ങനെ പറയേണ്ടത്, അങ്ങനെ തന്നെയാണ് പറയുള്ളൂ. അങ്ങനെ തന്നെ പറയുള്ളൂ. നിങ്ങൾ മതം ഉപേക്ഷിക്കുന്നത് ഇവിടെ പബ്ലിക് ആക്കാൻ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുറെ ആളുകളെ ഇതേ ട്രാപ്പിൽ ആളുകൾ വീഴുന്നുണ്ട്. ഇത് ഈ സാധനം ഈ ഒരു ലെവൽ ഇത്ര എന്താ പറയാ ബോധത്തോടുകൂടി പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളവരാണെങ്കിൽ. ഞാൻ കുറെ വീഡിയോസ് ചേട്ടനെ നോക്കി, ആരെങ്കിലും ഉണ്ടെങ്കിലും റിപ്പീറ്റേഷൻ ആയി പോകുമല്ലോ നമ്മളും. അതുകൊണ്ട് ഞാൻ കുറെ നോക്കിയപ്പോ ആരും കണ്ടില്ല. പക്ഷേ ഈ ശ്രുതിയെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പരാതി മാറും, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രുതിനെ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന്. ആര്യവിദ്യാ സമാജം, ആർഷവിദ്യാ സമാജം, ആർഷവിദ്യാ സമാജം, അതാണ് എൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ എന്താ ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ജോലി പറഞ്ഞ വേറെ അന്വേഷിച്ച് ഓടിക്കോ അടിയന്തരമായിട്ട്. പിന്നെ ഇത് അതിനേക്കാളും 50 ലക്ഷത്തിന്റെ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിച്ച ഒരു താത്ത ഇവിടെ വിളിച്ചതിന്റെ പേരിൽ അവരെ വരെ പറഞ്ഞു വിട്ടു. പിന്നെയാണ് അപ്പോൾ ഇസ്ലാമിന്റെ മുന്നിൽ ആ മതത്തിന്റെ ഇസ്സത്താണ് പ്രധാനം, അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും പണനഷ്ടോ മാനനഷ്ടോ ഒന്നുമല്ല. ഓക്കെ, അല്ലാതെ അവർക്ക് വേറെ ആളെ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാം.